ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് കേട്ടോ. കുറേ നാളായല്ലോ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു മസാല ദോശ ഒക്കെ ഉണ്ടാക്കി, മഴയൊക്കെ അല്ലേ, മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് മസാല ദോശ ഒക്കെ ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് അതൊരു വ്ളോഗായിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ എല്ലാവരും വിശേഷം? സുഖമാണോ? എന്തുണ്ട്? മഴയൊക്കെ തുടങ്ങി. എല്ലാവരും വെയിൽ തുടങ്ങിയപ്പോൾ അയ്യോ ചൂട് 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 എന്ന് തന്നെയായിരുന്നു. ചൂടൊക്കെ പോയി മഴയൊക്കെ വന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലെ മഴ? നല്ല തണുപ്പായോ, നല്ല രസമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടുത്തെ മഴ ഷോവായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പം നനഞ്ഞിട്ടാട്ടോ വന്നത്. നനഞ്ഞ കോഴി പോലെ ഞാൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ നല്ല മഴ പോയിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തൊന്നും വരില്ല. അപ്പം ഞാൻ ഇന്നലെ ആയിരുന്നു ഇവിടെ ഏറ്റവും ടോപ്പ് മഴ. ഇന്ന് അധികം മഴയൊന്നുമില്ല കേട്ടോ. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ഇന്ന് അത്ര മഴയൊന്നുമില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ വയലൊക്കെ അത്യാവശ്യം നല്ല വെള്ളമായി. ഇവിടെയൊക്കെ റോഡൊക്കെ ഫുള്ള് ഇന്നലെ വെള്ളമായിട്ടുണ്ടായിരുന്നേ. ഞാനത് പേടിച്ചിട്ടൊക്കെ വന്നതേ. ഇന്നും അതുപോലെ ആവുന്നു. പക്ഷെ അത്രയൊന്നുമില്ല കേട്ടോ. എന്തായാലും ചാക്കോച്ചൻ ഇതുവരെ എത്തിയിട്ടില്ല. ചാക്കോച്ചൻ വരുമ്പോഴേക്കും ഒരു മസാല ദോശയും ചൂട് ചായയൊക്കെ ഉണ്ടാക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. മഴയാട്ടോ ഇതിപ്പോ അങ്ങനെ മാത്രമൊന്നും ആയിട്ടില്ല. ഇന്നലെയൊക്കെ ഈ റോഡ് മൊത്തം ഫുള്ളിങ്ങനെ വെള്ളം നിറഞ്ഞ് ഫുള്ള് സീനായിരുന്നു. ഇവിടുന്ന് അങ്ങേ അറ്റം വരെ വെള്ളമായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് അത്രയ്ക്കൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷായി. പിന്നെ ഈ കഴിഞ്ഞ കൊല്ലമൊന്നും എറണാകുളത്ത് ഇത്ര മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ കൊല്ലം മഴ തുടങ്ങിയിട്ട് 2 ദിവസമേ ആവുന്നുള്ളൂ. അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇങ്ങനെ മഴ പോവുകയാണെങ്കിൽ എറണാകുളം എന്താവും എന്നറിയില്ല. മിക്കവാറും കുളമാവാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാട്ടോ. ഇവിടെ വെള്ളം കയറുമെന്നൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ മെയ്യിലായി വീടെടുത്തത്. പക്ഷേ ഇത്രയും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്രയൊന്നും വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം ഇന്നലെയൊക്കെ നല്ല വെള്ളമായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ വിചാരിക്കുന്നത് നല്ല പനീർ ബട്ടർ മസാല പ്ലസ് അടിപൊളിയായിട്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ദോശമാവ് വാങ്ങിയപ്പം അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഒരു നല്ലൊരു ദോശയും കുറച്ച് പനീർ ബട്ടർ മസാലയും ഇന്ന് ഫുഡ് നമുക്ക് ഉണ്ടാക്കാം. ചാക്കോച്ചൻ വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഉണ്ടാക്കി വെക്കാം. അപ്പം പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് കഴിച്ചിട്ട് നമുക്ക് കിടക്കാം. വേറെ പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോവാം. ബട്ടർ ഇട്ടിട്ടുള്ള പനീറില്ലേ, അപ്പം അതാണ് ഇന്നത്തെ ഒരു ഡിഷ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ കിച്ചണിലെ സമയത്ത് ഈ ഒരു ടൈം ആകുമ്പോൾ ഈ 6 മണി 6:30 ആകുമ്പോഴേക്കും അങ്ങോട്ട് കൊതുകിൻ്റെ ശല്യമായിട്ട് ഈ സാധനമൊക്കെ ചത്തുപോകാൻ എന്ത് ചെയ്യണം എന്നറിയില്ല. അത്ര കൊതുക, കൈ മൊത്തം കടിച്ച് അലമ്പായിട്ടുണ്ട്. അത് സമ്മതിക്കണം ഈ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നവരെ. കൊതുകടിയും കൊണ്ട് അയ്യോ. അപ്പം അതൊക്കെ പോട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മല്ലിയല്ല, ഇത് അവസാനം ഇട്ടാൽ മതി. പിന്നെ സവാള, ഇത് പിന്നെ ടൊമാറ്റോ സോസാണ്. ബട്ടർ മുക്കിയം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് അരച്ച് വെച്ചതാട്ടോ. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇത് മാത്രം മതി. പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട. വേറെ മസാല ഒന്നും ഞാൻ ഇടുന്നില്ല. എൻ്റെ അറിവിൽ ഉണ്ടാക്കുന്ന കേട്ടോ. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെയൊന്നും അല്ല. കാരണം ക്രീം ചീസൊക്കെ ഇടും. അതൊരു നല്ല പോയിന്റാണ്. ക്രീം ഉണ്ടെങ്കിൽ ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. ക്രീം ചീസാണോ മറ്റേ ക്രീമാണോ എന്നറിയില്ല. എൻ്റെ കയ്യിൽ ക്രീം ചീസ് ഉണ്ട്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ എന്തായാലും അത് അവോയ്ഡ് ചെയ്യുകയാണ് ഗൈസ്. അപ്പം നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. ഇതൊന്നും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് കേട്ടോ ആരും. ഓയിലിൽ വേണം ഉണ്ടാക്കാൻ. വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി. പിന്നെ നമ്മൾ മറ്റേ കറിവേപ്പില ഇടരുത് കേട്ടോ. ഞാൻ മണ്ടത്തരമായിട്ട് ആദ്യം കറിവേപ്പിലേക്ക് എടുത്ത് വെച്ച്. നമുക്ക് അതിന് മുന്നേ ഫോണൊന്ന് സ്റ്റേബിളായിട്ട് എവിടെയെങ്കിലും വെക്കാം. ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എനിക്കൊരു തെറ്റ് പറ്റി. നമ്മൾ പനീർ ബട്ടർ മസാല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓയിലാണ് ആദ്യം കുക്ക് ചെയ്തത്. അതെനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. ഞാൻ എന്തോ ഓർമ്മയിൽ ഓയിൽ ഇട്ടതാണ്. അപ്പോൾ ഓയിലല്ല കേട്ടോ ഒഴിക്കേണ്ടത്, ബട്ടറാണ്. ബട്ടറിലാണ് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതൊന്ന് നന്നായിട്ട് ഒരു നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ദോശമാവ് ഇവിടെ കറക്റ്റ് ആയിട്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അത് സെറ്റാക്കി വെച്ചേക്കുവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ദോശ ഉണ്ടാക്കും. ആവട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എവിടെയെങ്കിലൊക്കെ പോവാം. അവിടെ തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഇരിക്കുക, വൈബ് ചെയ്യുക. കുക്ക് ചെയ്യുമ്പോൾ ഫുൾ ടൈം അതിൻ്റെ ഉള്ളിൽ തന്നെ പോയി ഇരിക്കരുത് കേട്ടോ.
മഴയൊക്കെ ഇപ്പൊ ഒന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ, വലിയ മഴയൊന്നുമില്ല. മീൻസ് എന്റെ മണി പ്ലാന്റ് കണ്ടില്ലേ, 2-3 മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഒന്ന് നശിച്ചു പോയി, 2 അതിനകത്ത് കിളുക്കുന്നുണ്ട്, മീൻസ് വളരുന്നുണ്ട് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ മഴ ഏകദേശം ഒന്ന് തോർന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചാക്കോച്ചൻ വർക്കൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വരുന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇപ്പം എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്, കുറേ നാളായിട്ട് വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും എന്നെ മിസ് ചെയ്തോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കുറേ നാളായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോഴിക്കോടൊക്കെ പോയി, കുറച്ച് യാത്ര, 2 ദിവസം കോഴിക്കോട് കഴിഞ്ഞ് വർക്ക്, പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചാക്കോച്ചൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. ചാക്കോച്ചൻ്റെ വീട്ടിൽ പോയി, അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങൾ ഫുള്ളങ്ങ് തിരക്കായിപ്പോയി. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടായില്ല. ഇന്നെന്തോ വീഡിയോ എടുക്കാൻ ഒരു മൂഡ് വന്നപ്പോൾ പിന്നെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് ആ ഉള്ളി കരിഞ്ഞോ മുരിഞ്ഞോ എന്നൊക്കെ ഒന്ന് നോക്കാൻ പോയിട്ട്. കൊതുകാണെങ്കിലും എനിക്ക് എപ്പോഴും ഡോറ് തുറന്നിടണം, എന്തോ പോലെ നല്ല മണാട്ടോ. അപ്പോൾ ആ ബട്ടറിൽ കിടന്നിട്ട് ആ ഒണിയൻ ഇങ്ങനെ ഫ്രൈ ആവുന്ന മണം, അത്യാവശ്യം നല്ല ഫ്രൈ ആയിട്ട് ഉണ്ടാക്കണം, അതാ രസം. ഞാനിതിൽ ഗാർലിക്ക്, ഇഞ്ചി, പച്ചമുളക് അരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സെമി ഗ്രേവി ആണോ അല്ലെങ്കിൽ ഭയങ്കര തിക്ക് ഗ്രേവി ആണോ? ഒരു തിക്ക് ഗ്രേവി ആയിരിക്കും, അല്ലാണ്ട് ഭയങ്കര ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ചൊരു വാട്ടർ ഒഴിക്കില്ല, ഇതിൻ്റെ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോട്ടെ. ഈ 3 പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. സമയത്ത് നല്ലൊരു മണം വരും, നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കുക. എപ്പോഴും ബുള്ളറ്റിൻ്റെ ശബ്ദമൊക്കെ കേൾക്കും, നിങ്ങൾ കേട്ടോന്നറിയില്ല, ബാക്ക്ഗ്രൗണ്ടിൽ ബുള്ളറ്റ് ശബ്ദം അടുത്ത വീട്ടിലെ ആളുടെയാണ്. എപ്പോഴും ബുള്ളറ്റ് ശബ്ദം കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ചാക്കോച്ചനാണോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചാക്കോച്ചനില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കും പുള്ളിയാണോ. പക്ഷെ പുള്ളിയുടെ വണ്ടിയുടെ ശബ്ദം, ചാക്കോച്ചൻ്റെ വണ്ടിയുടെ ശബ്ദം എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ വന്നാൽ എനിക്കറിയാം, അപ്പം ഞാൻ ഓടിപ്പോവും, വരുന്നുണ്ടല്ലോ എന്നാലോചിച്ചിട്ടൊരു സന്തോഷത്തിൽ. ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പനീർ ഇടാം. അപ്പം ഞാൻ അതിനകത്ത് പനീറിട്ട് ഇളക്കി കേട്ടോ, അത് ഉടഞ്ഞു പോവും ഈ ക്യാമറയും പിടിച്ച് ഇളക്കി, അതുകൊണ്ടാട്ടോ ഞാനത് കട്ട് ചെയ്ത്. അപ്പോൾ പനീറും നമ്മൾ സോസ് ഒഴിച്ചു, അതിന് ശേഷം പനീർ ഇട്ടു, ഒന്ന് മിക്സ് ചെയ്തു, കുറച്ച് ബട്ടറും കൂടെ ഇട്ട്, അങ്ങനെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്ന വരെ, അതായത് ആ മസാലയ്ക്കകത്തൊന്ന് പിടിച്ച് സെറ്റാവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് സെറ്റാവട്ടെ. ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം. സൂപ്പറാട്ടോ. നമ്മളെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റാട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് വഴിയെ കാണാം. അപ്പം എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ദോശ ഇടാന്ന്. ദോശയ്ക്കുള്ള മാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നോർമലി ഉള്ള അരിമാവില്ലേ, അരയ്ക്കുന്ന അതല്ല, അതുണ്ടായിരുന്നു. അതിൽ ഞാൻ എന്താക്കിയെന്നറിയോ, കുറച്ച് ഗോതമ്പും കൂടെ സെറ്റാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമലി ദോശ ഇടുന്ന പോലെ തന്നെ നെയ്യൊക്കെ ഒഴിച്ച് ദോശ ഇടാം. അപ്പം ഞാനത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല, അതിൻ്റെ കൂടെ ചായ ഇടാമെന്ന് വിചാരിച്ചു. ദോശയൊക്കെ ചുട്ടിട്ട് കാണാം. കണ്ടില്ലേ, ഇതുപോലെ ഒരു മുരിഞ്ഞ ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. കുറച്ച് കരിഞ്ഞു പോയി, മനസ്സിലായല്ലോ സംഭവം, മുരിഞ്ഞത്. കാത്തിരുന്ന വിശിഷ്ട അതിഥി ഉസ്മാൻ പച്ച കോട്ട്, എന്തായിരുന്നു അതിന് പറയുന്ന, ടൂറിസ്റ്റിന്റെ പച്ച. ഞാൻ പണ്ടല്ല മറ്റേ അതുവഴി ജോലി വരുമല്ലോ. ഞാൻ 5 മണിക്ക് വ്ളോഗ് എടുക്കാൻ തുടങ്ങിയതാ.
പിന്നെ നല്ല ചൂട് കോഫി ഇട്ട് കേട്ടോ, നനഞ്ഞ് വന്നല്ലേന്ന് വെച്ച് കോഫിയൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ ഫ്രഷൊക്കെ ആയി. ഞാനല്ല, ചാക്കോച്ച ഫ്രഷായി. ദോശയും കുറച്ച് ബീഫും പിന്നെ കോഫിയും പിന്നെ നമ്മൾ പനീർ ബട്ടർ മസാലയും കൂട്ടി നമ്മുടെ ബിഗ് ബോസ് കണ്ടോണ്ടാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ബിഗ് ബോസ് ആരാധകരാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്